അശ്വിൻ, ഇനിയിപ്പോൾ ഒരുപാട് സമയം എടുക്കുമോ ഇത് പൂർണ്ണമായും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ? അമൃത, ഇനിയും സമയമെടുക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. കാരണം നിലവിലെത്തിയ 6 ഫയർഫോഴ്സ് യൂണിറ്റുകളും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അത് തീ അണയ്ക്കാനുള്ള വെള്ളം ഈ 6 യൂണിറ്റുകളിൽ നിന്നും പൂർണ്ണമായും ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി അധിക യൂണിറ്റുകൾ എത്തിയാൽ മാത്രമേ ഈ ഫയർഫോഴ്സിൽ യൂണിറ്റുകളിലെ വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കൽ സാധ്യമാവുകയുള്ളൂ. അത് പൂർണ്ണമായും നടത്തിയാൽ മാത്രമേ ഈ തീ പിടിച്ച കെട്ടിടത്തിനുള്ളിലേക്ക് കയറാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുകയുള്ളൂ. നിലവിൽ ആദ്യം തീ പടർന്ന കെട്ടിടം 2 നില കെട്ടിടമാണ്. ജിംനേഷ്യവും ഒപ്പം ഹോം അപ്ലയൻസ് സ്ഥാപനവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇതുവരെ കയറാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ജിംനേഷ്യത്തിലും താഴത്തെ സ്ഥാപനത്തിലുമൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഉണ്ടായിരുന്ന ആളുകൾ പൂർണ്ണമായും പുറത്തേക്ക് ഇറങ്ങിയോ എന്നുള്ള സംശയമാണ് നിലവിൽ ആശങ്കയ്ക്ക് വകവെക്കുന്നത്. അകത്ത ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന ഒരു ആശങ്ക ഫയർഫോഴ്സും നാട്ടുകാരുമടക്കം ഉയർത്തുന്നുണ്ട്. 8:30 പറന്ന തീയാണ് ഇപ്പോഴും 9:30 കഴിഞ്ഞ് 1 മണിക്കൂർ പിന്നിട്ടിട്ടും പൂർണ്ണമായും അത് ഇല്ലാതാക്കാൻ, പൂർണ്ണമായും തീ അണയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആലപ്പുഴ, അതിനു പുറമെ കോട്ടയം, കൊല്ലം ജില്ലകളിൽ നിന്ന് അധിക ഫയർഫോഴ്സ് യൂണിറ്റുകളെ ഈ സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ഇൻഡോ ടിബറ്റൻ പോലീസിന്റെ ഫയർ യൂണിറ്റുകളടക്കം സ്ഥലത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. നൂറിനാടാണ് ഈ സ്ഥാപനമുള്ളത്. അവിടെ നിന്ന് പോലും അധിക ഫയർഫോഴ്സ് യൂണിറ്റുകളെ സ്ഥലത്തേക്ക് വിളിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയൊരു തീപിടുത്തമായിരുന്നെങ്കിൽ അത് പിന്നീട് സമീപത്തെ സ്ഥാപനങ്ങളിലേക്ക് കൂടി പടർന്നതോടുകൂടിയാണ് വലിയ ഒരു പ്രശ്നത്തിലേക്ക്. അതൊരു വലിയ ആശങ്ക തന്നെയല്ലേ അശ്വിൻ? കാരണം അതിന്റെ തൊട്ടടുത്ത മറ്റു കടകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീ ഉടൻ വേഗത്തിൽ അത് തീ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ മറ്റ് കടകളിലേക്ക് കൂടി പടരാനുള്ള സാധ്യത അത് കൂടുതലല്ലേ? അമൃത, ആ സാധ്യത ഇപ്പോഴും തുടരുകയാണ്. സമീപത്തെ സ്ഥാപനങ്ങളിലേക്ക് ഇതിനോടകം തന്നെ തീ പടർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ആശങ്കയ്ക്ക് വകയാക്കുന്നത്. ആദ്യം തീ പടർന്നപ്പോൾ തന്നെ സമീപ കെട്ടിടങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഈ അപകട സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നത് വലിയ നാശനഷ്ടത്തിനുമൊപ്പം അടുത്ത ഹോട്ടലുകളടക്കമുണ്ട്. അവിടുത്തെ ഈ ഗ്യാസ് സിലിണ്ടറുകളടക്കം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഫയർഫോഴ്സ് മുന്നിൽ കാണുന്നുണ്ട്. അത് വലിയ അപകടത്തിലേക്ക് പോകും എന്നുള്ളതാണ് നിലവിലെ ആശങ്ക. ഒപ്പം ഇതുവരെയും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെയും ഈ ആദ്യം തീ പടർന്ന 2 നില കെട്ടിടത്തിനുള്ളിലേക്ക് കയറാൻ നാട്ടുകാർക്കോ ഫയർഫോഴ്സിനോ കഴിഞ്ഞിട്ടില്ല. അകത്തേക്ക് കയറിയാൽ മാത്രമേ ജിംനേഷ്യത്തിലോ താഴെ പ്രവർത്തിച്ചിരുന്ന ഹോം അപ്ലയൻസ് സ്ഥാപനത്തിലോ ഒക്കെ ആളുകളുണ്ടോ, ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന സംശയം ദൂരീകരിക്കപ്പെടുകയുള്ളൂ. എന്തായാലും അത് എത്രയും പെട്ടെന്ന് ആദ്യം തീപിടിച്ച സ്ഥാപനത്തിലെ തീ പൂർണ്ണമായും അണച്ച് അകത്തേക്ക് കയറിയുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് ഇപ്പോഴും പൂർണ്ണതോതിൽ പ്രാവർത്തികമാക്കാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് പൂർണ്ണതോതിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തത് അശ്വിൻ? എന്താണ് പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്ന ഘടകം? അമൃത, അത് ആദ്യം സൂചിപ്പിച്ചതുപോലെ നിലവിലെത്തിയിരിക്കുന്നത് കായംകുളം, മാവേലിക്കര, അടൂര്, അതിന് പുറമെ കരുനാഗപ്പള്ളി എന്നീ സ്ഥലങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഒന്നിനു പുറകെ ഒന്നായി ഈ തീപിടുത്ത സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷേ ഓരോ യൂണിറ്റുകൾ എത്തുമ്പോഴും അത് ആ യൂണിറ്റിൽ പരമാവധി കൊള്ളാവുന്ന വെള്ളം പൂർണ്ണമായും അണച്ച് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ 6 യൂണിറ്റുകളിലെ വെള്ളം തീർന്നിട്ടും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അധികമായ യൂണിറ്റുകൾ, ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാൽ മാത്രമേ ഈ ഫയർഫോഴ്സ് യൂണിറ്റുകളിലെ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ കോട്ടയം അടക്കമുള്ള, ആലപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്താനുള്ള കാത്തിരിപ്പാണുള്ളത്. അതിനുള്ളിൽ തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് നിലവിൽ ആശങ്ക പടർത്തുന്നത്. എന്തായാലും എത്രയും വേഗം ഈ യൂണിറ്റുകൾ എത്തിയാൽ അതിനുള്ളിലെ വെള്ളം ഉപയോഗിച്ച് ഈ സ്ഥാപനങ്ങളിലേക്ക്, ഈ കെട്ടിടങ്ങളിലേക്ക് പടരുന്ന തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയും. അതുവരെയും ഈ ആശങ്ക തുടരും. ഏറ്റവും വലിയ ആശങ്ക, ഭയം ഉളവാക്കുന്നത് ഈ കെട്ടിടത്തിനുള്ളിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന സംശയമാണ്. ആ സംശയം ദൂരീകരിക്കണമെങ്കിൽ ആദ്യം തീ പടർന്ന കെട്ടിടത്തിലെ തീ പൂർണ്ണമായും അണച്ച് അതിനുള്ളിലേക്ക് ആളുകൾക്ക് കയറാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. ഇപ്പോഴും ആദ്യ നിലയിലേക്ക് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2 നില കെട്ടിടമാണ്, അതിൻ്റെ മുകൾ നിലയിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുകൾ നിലയിലേക്ക് കയറണമെങ്കിൽ താഴത്തെ നിലയിലെ കൂടെ തീ പൂർണ്ണമായും അണയ്ക്കണം. ഇപ്പോഴും വലിയ തോതിലുള്ള പുക ഈ കറ്റാനം പ്രദേശത്ത് KP റോഡ് ഭാഗത്ത് നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയിൽ കാണാൻ കഴിയുന്ന സാഹചര്യമല്ല ആദ്യം തീ പടർന്ന കെട്ടിടത്തിന് ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ അനിവാര്യത ഇവിടേക്ക് വേണ്ടി വരുന്നത്. എന്തായാലും കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആശങ്ക ഇപ്പോഴും ഈ കായംകുളത്ത് തുടരുകയുമാണ്. അമൃത.
കായംകുളം കച്ചാറത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. വസ്ത്രവ്യാപാരശാലയും ജിമ്മും കത്തി നശിച്ചു. ഇപ്പോഴും തീ പടരുകയാണ്. ചുറ്റുമുള്ള കെട്ടിടങ്ങളിലേക്കും തീ പടരുന്നു എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാട് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.